ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇപ്പോൾ സീസൺ അനുസരിച്ച് കൃഷി ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള വിളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം മെയ് മാസത്തിൽ നമുക്ക് എന്തെല്ലാം കൃഷി ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം നമ്മൾ പല കൃഷികളും നമ്മൾ ഓരോ മാസത്തിലും ചെയ്തിട്ടുണ്ട്. ഇപ്പം ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മാസത്തിലെയും കൃഷി രീതികളെക്കുറിച്ചുള്ളതായ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും മടി പിടിച്ചിരിക്കുന്നവർക്ക് പോലും കൃഷി ചെയ്യാനായിട്ട് ഒരു ഉത്സാഹം വരും. ഇപ്പം ഒരാൾ ഇങ്ങനെ പറഞ്ഞു തരാനുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൃഷിയിലോട്ട് വരിക, എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയമാണ്. കുടുംബമായിട്ട് എല്ലാവർക്കും, ചിങ്ങക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ കൃഷിയിലോട്ട് വരാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതേപോലെ കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രൂപ്പുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com നിന്ന് വിസിറ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ലയിനം വിത്തുകളും അതുപോലെ തന്നെ ഗ്രോ ബാഗും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് മെയ് മാസത്തിൽ കൃഷി ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം മെയ് മാസത്തിൽ നമുക്ക് ചീര കൃഷി നല്ല അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള മഴയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ചീരയും നമുക്ക് നല്ലതുപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നേരത്തെയൊക്കെ ഞാൻ ചീരയുടെ കൃഷിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ചീര ഈ പ്രാവശ്യം എല്ലാവരും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാലാവസ്ഥയാണ് നമുക്ക് ചീരയ്ക്ക് കിട്ടിയത്. ഇപ്പം പലതരത്തിലുള്ളതായ ചീരയുണ്ടല്ലോ, ഒരു 9 ടൈപ്പ് ചീരയോളം നമ്മുടെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ 1-2 ചീരയെങ്കിലും തരത്തിലുള്ള ചീരയെങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഗ്രീൻ ചീര, റെഡ് ചീര, ചെമ്പട്ട് ചീര, മയിൽപ്പീലി ചീര, സുന്ദരി ചീര, പാൽ ചീര, ഇങ്ങനെ പലതരത്തിലുള്ളതായ ചീരകൾ, പാലക് ചീര, ഇങ്ങനെ പലതരത്തിലുള്ളതായ ചീരകൾ ഇന്ന് ലഭ്യമാണ്. അത്യാവശ്യം ഏതെങ്കിലുമൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഇലക്കറികളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടെ ശ്രമിക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ പയർ കൃഷിയാണ്. പയർ കൃഷി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നമുക്ക് എല്ലാ കാലാവസ്ഥയിലും നമുക്ക് പയർ കൃഷി ചെയ്യാവുന്നതാണ്. ഇപ്പം പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഇവിടുത്തെ പയർ കൃഷി. കാരണം എപ്പോഴും എനിക്ക് നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങിയാൽ ഒരു പിടി പയറെങ്കിലും എനിക്ക് കിട്ടാറുണ്ട്. കാരണം എല്ലാ മാസത്തിലും ഒന്ന് തീരുമ്പോൾ അടുത്തത് ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പയർ പറിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ പയർ കൃഷിയൊക്കെ ചെയ്യുക. പലതരത്തിലുള്ളതായ പയറുകളുണ്ട്. സുമന്തുണ്ട്, അർക്കമംഗളയുണ്ട്, വൈജയന്തിയുണ്ട്, ലോലപ്പയറുണ്ട്, അതുപോലെ ലാലിമയുണ്ട്, കുറ്റിപ്പയറുണ്ട്. ഇപ്പം കുറേ ടൈപ്പ് പയർ വന്നിട്ടുണ്ട്. ജ്യോതിക, ദീപിക, ഗീതിക, അങ്ങനെ കൊച്ചുങ്ങൾക്ക് പേരിടുന്ന മാതിരിയാണ് കുറേ പയറുകളൊക്കെ നമ്മുടെ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് വാങ്ങിച്ച് നടാവുന്നതാണ്. പക്ഷേ ഏതെങ്കിലുമൊക്കെ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ പയറുകൾ പലതരത്തിലുള്ള നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും. ഇപ്പം നടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലൊരു പ്ലാനാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ഇത് പയർ നടും, അത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് അതിനകത്ത് ഇഷ്ടം പോലെ പയർ പിടിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് വേണം നടാനായിട്ട്. അല്ലാതെ ഞാൻ നട്ടാൽ കിളിക്കുമോ, ഞാൻ നട്ടാൽ ഇതൊന്നും കിളിക്കത്തില്ല, ഇതൊന്നും വളരത്തില്ല എന്നുള്ള ആ മെൻറ്റാലിറ്റിയൊക്കെ നമ്മൾ കളഞ്ഞിട്ട് നല്ലതുപോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് വേണം ഇതൊക്കെ നടാനായിട്ട്. എല്ലാ വിത്തുകളും അങ്ങനെ വേണം നടാനായിട്ട്. അപ്പം അടുത്തെന്ന് വെച്ചാൽ വാളരിപ്പയറും നമുക്ക് ഈ സമയത്ത് അങ്ങോട്ട് നട്ടാൽ മഴയൊക്കെ പെയ്യുന്നതായ സമയത്ത് നല്ലതുപോലെ പടർന്ന് പന്തലിച്ച് നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിട്ട് നമുക്ക് വാളരിയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ചുമന്ന വാളരിയുണ്ട്, പടർന്ന് കയറിപ്പോകുന്നതാണ്. പിന്നെ കുറച്ച് കുറ്റിയായിട്ട് വളരുന്നതായ വെള്ള വാളരിയുണ്ട്. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് വാങ്ങിച്ച് നടാവുന്നതാണ്. നല്ല ഔഷധ ഗുണമുള്ള ഒരു വൈറ്റമിനുകളുടെ കലവറ തന്നെയാണ് ഈ വാളരിയൊക്കെ എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് നടാനായിട്ട് ശ്രമിക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ നിത്യവഴുതനയാണ്. നിത്യവഴുതനയും നമുക്ക് ഈ സമയത്ത് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതായ മഴയും ഒക്കെ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നിത്യവഴുതന വളർന്നു വരികയും നല്ലതുപോലെ പടർന്ന് പന്തലിച്ച് വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ നല്ലതുപോലെ കായും ഒക്കെ പിടിക്കാനുള്ള സമയമാണ് ഈ മെയ് ജൂൺ മാസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും നിത്യവഴുതനയും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പേര് നിത്യവഴുതനയുടെ വിത്തുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വിത്തുകളായിരുന്നു എല്ലാം. തീർച്ചയായിട്ടും നിത്യവഴുതന എല്ലാവരും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൊരയ്ക്ക കൃഷിയാണ്. ചൊരയ്ക്കയും നമുക്ക് നീളം ചൊരയ്ക്കയുണ്ട്, നീളം കുറഞ്ഞ ചൊരയ്ക്കയുണ്ട്. ഇപ്പം 2 ചൊരയ്ക്കയും നമുക്ക് നടാനായിട്ട് പറ്റിയ കാലാവസ്ഥയാണ്. അപ്പം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഞാനിവിടെ ചൊരയ്ക്ക കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിളവ് കിട്ടി. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ചൊരയ്ക്കയൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ടും കൂടെ ശ്രമിക്കാം. എല്ലാം ഒരുപാട് നട്ടുപിടിപ്പിക്കണമെന്നല്ല, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമ്മൾ നട്ടുപിടിപ്പിക്കുക. അപ്പം വേറൊരു വീട്ടിൽ നിൽക്കുന്ന കണ്ട് ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ കടകളിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കാനോ നമ്മൾ നിർബന്ധിതരാകാതെ നമ്മൾ സ്വയമായിട്ട് അധ്വാനിച്ച് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ വെറുതെ ഇരുന്ന് നമ്മുടെ സമയങ്ങൾ പാഴാക്കി കളയാതെ ഇരിക്കുക. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്നും മനസ്സ് വെച്ച് കൃഷിയിലോട്ട് വരിക എന്നുണ്ടെങ്കിൽ നമുക്കെന്താണ്
കുറേ കാലം കൂടെ ആരോഗ്യത്തോട് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത കൃഷി എന്ന് പറഞ്ഞാൽ പാവൽ കൃഷിയാണ്. പാവൽ കൃഷിയും നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനും അതുപോലെ തന്നെ നടാനും ഒക്കെ പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഈ മെയ് മാസം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും അതിന് പാവൽ, പടവലം ഒക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത കൃഷി എന്ന് പറഞ്ഞാൽ പച്ചമുളകിൻ്റെ കൃഷിയാണ്. പച്ചമുളകിൻ്റെ കൃഷിയൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. ഈ അടുക്ക തന്നെ ഞാനൊരു പച്ചമുളകിൻ്റെ കൃഷി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുറേ പേര് അത് കാണുകയും ചെയ്തു. അപ്പം തീർച്ചയായിട്ടും ആ വീഡിയോ എല്ലാവരും ഒന്നുകൂടെ കണ്ടിട്ട് വീണ്ടും അതേപോലെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് വളപ്രയോഗമൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ വെച്ചിട്ട് മാത്രമാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പം പൈസ ചിലവുണ്ട് എന്ന് കരുതി ആരും പച്ചമുളകിൻ്റെ കൃഷിയോ അല്ലെങ്കിൽ മറ്റുള്ള കൃഷികളോ ചെയ്യാതെ ഇരിക്കരുത്. നമ്മൾ വെറുതെ കളയുന്നതായ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം നമ്മൾ വേസ്റ്റാക്കി കളയുന്നു. ഇപ്പം നമ്മൾ അരി കഴുകുന്ന വെള്ളം പോലും നമുക്കത് വേസ്റ്റല്ല, അത് നല്ലൊരു അടിപൊളി വളമാണ്. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സംഭവം തന്നെയാണ് പച്ചമുളക് എന്ന് പറയുന്നത്. പച്ചമുളക്, കറിവേപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ പച്ചമുളകും കറിവേപ്പും ഒക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ കറിവേപ്പ് നട്ടുപിടിപ്പിക്കുന്നതിനെക്കുറിച്ചും കറിവേപ്പ് എങ്ങനെ തഴച്ചു വളർത്താം എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളതായ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലേ. ഇഷ്ടംപോലെ ആൾക്കാർ, മില്യൺസ് ആൾക്കാർ അത് കണ്ടാണ് നമ്മുടെ കറിവേപ്പിൻ്റെ വീഡിയോ ഒക്കെ. അപ്പോൾ ഈ ഇടയ്ക്കായിട്ട് നമ്മളൊരു കറിവേപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മണ്ട നുള്ളി കൊടുത്താൽ കുറേ ബ്രാഞ്ചസ് വരുന്ന ഒരു വീഡിയോ. അപ്പം അതിനകത്ത് കുറേ ഒരു 5-6 ബ്രാഞ്ചസ് ഇപ്പം എൻ്റെ കറിവേപ്പിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ നീളനെ പോകുന്നതായ കറിവേപ്പൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് മണ്ട നുള്ളി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ കുറേ ശിഖരങ്ങൾ അതിനകത്ത് നിന്നുണ്ടാവുകയും നമുക്ക് കുറേ കാലം നമ്മുടെ വീട്ടിൽ കറിവേപ്പ് നമുക്ക് കറിവേപ്പില നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കറിക്കൊക്കെ ഇടാനായിട്ട് സാധിക്കും. അടുത്തതാണ് വഴുതന കൃഷി. വഴുതന കൃഷി നമുക്ക് ഒരു 1, 2, 3 വഴുതന നമ്മൾ നടുകയെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അത് മെയിനായിട്ടുള്ളതാണ് നമ്മുടെ ഗ്രീൻ വൈറ്റ് വഴുതന എന്ന് പറഞ്ഞാൽ. ഗ്രീൻ വൈറ്റ് വഴുതന നമുക്ക് ഒരു മൂടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷം വരെയെങ്കിലും നമുക്ക് അതിനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇഷ്ടം പോലെ കായകളും അതിനകത്ത് ഉണ്ടാകും. അത് പട്ട് പോവുകയില്ല. പട്ട് പോയെന്ന് നമ്മൾ വിചാരിച്ചാൽ തന്നെയും അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ വീണ്ടും വീണ്ടും അതിനകത്തുനിന്ന് തളിർപ്പുകൾ വരികയും അതിനകത്തുനിന്ന് ഇഷ്ടം പോലെ കായകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഏതെങ്കിലുമൊക്കെ നിങ്ങൾ നമ്മുടെ വഴുതനകൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പലതരത്തിലുള്ളതായ വഴുതനകളുണ്ട് കേട്ടോ. ഇപ്പം വേങ്ങേരി വഴുതനയുണ്ട്, ഗ്രീൻ വൈറ്റ് വഴുതനയുണ്ട്, ഗ്രീൻ ലോങ് വഴുതനയുണ്ട്, ഹരിത വഴുതനയുണ്ട്, വെള്ള വഴുതനയുണ്ട്, ഉണ്ട വഴുതനയുണ്ട്, വയലറ്റ് വഴുതനയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ളതായ വഴുതനകൾ നമ്മൾ കൃഷിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ആകെ ഒരു വഴുതന എന്ന് മാത്രമേ നമുക്ക് പേര് അറിയത്തുള്ളായിരുന്നു അല്ലേ. ഇപ്പം അത് അങ്ങനെയൊന്നും അല്ല. ഇപ്പം പലതരത്തിലുള്ളതായ പേരുകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ളതായ വഴുതനയൊക്കെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവരും വഴുതനയും കൂടെ ഒന്ന് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ പീച്ചിലാണ്. പീച്ചിലും നമുക്ക് നല്ലതുപോലെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ സീസണൊന്നും നോക്കാതെ തന്നെ ഞാൻ പീച്ചിൽ കൃഷി പലപ്പോഴും ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല സക്സസ്സുമാണ്. നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് വേണമെന്നറിയാമോ, നമ്മൾ ചാണകവും സ്യൂഡോമോണസും കൂടെ കലക്കി നമ്മൾ 10 ദിവസം കൂടുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പൂവൊക്കെ ഇടുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഫിഷ് അമിനോ ചാണകത്തിനകത്ത് കലക്കിയിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ പച്ചക്കറികൾക്ക് ഏതിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കുന്നതിനപ്പുറം നമുക്ക് വിളവുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ പച്ചക്കറി നടുവാൻ ഉദ്ദേശിക്കുന്നവർ ഈ ഫിഷ് അമിനോയും അതേപോലെ കുറച്ച് സ്യൂഡോമോണസും ചാണകവും ചാരവും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കരുതി വെച്ചിരിക്കണം. അപ്പോൾ അത് നമ്മുടെ കൃഷികൾക്കൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അടുത്തതാണ് കോവൽ കൃഷി. കോവൽ കൃഷി ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ, കോവൽ കൃഷി ഒരു തണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ കുഴിച്ചിട്ടിരിക്കണം. ഈ കഴിഞ്ഞ ഇടയിൽ തന്നെ നമ്മൾ ഒരു കോവലിൻ്റെ കൃഷി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ കോവയ്ക്ക കുഞ്ഞു പ്രായത്തിൽ നമ്മൾ നട്ട് 1 മാസം ആയപ്പോഴേ അതിനകത്ത് കായൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങി. ഇഷ്ടംപോലെ കായകൾ ഇപ്പോഴും അതിനകത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു തണ്ടെങ്കിലും എവിടുന്നെങ്കിലും ഒപ്പിച്ച് നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ആരും തരും. ഒരു കോവലിൻ്റെ തണ്ടൊക്കെ ആരും തരും. അപ്പോൾ നമ്മൾ നേരത്തെ കോവലിൻ്റെ തണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും എവിടെന്നെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാവരും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ അടുത്തതാണ് വെണ്ടയ്ക്ക കൃഷി. വെണ്ടയ്ക്ക നമുക്ക് എപ്പോഴും നട്ടുപിടിപ്പിക്കാം കേട്ടോ. കൂടുതൽ വിളവ് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം വെണ്ടയ്ക്കയൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും വെണ്ടയ്ക്ക തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്, കൊമ്പൻ വെണ്ടയുണ്ട്, റെഡ് വെണ്ടയുണ്ട്, റെഡ് വെണ്ടയുടെ കൊമ്പനുണ്ട്, അർക്ക അനാമികയുണ്ട്, വർഷവെണ്ടയുണ്ട്, അഞ്ചിത വെണ്ടയുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ളതായ വെണ്ടകളുണ്ട്. അപ്പം വെറൈറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislives.com ഒന്ന് വിസിറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കത് എല്ലാ വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്.
തക്കാളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം. തക്കാളിയുടെ തൈ കിട്ടുകയെന്നുണ്ടെങ്കിൽ വാങ്ങി നടാം. വിത്തുകൾ വാങ്ങി നടാതിരിക്കുക. അപ്പോൾ അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ ആ സമയത്ത് മാത്രം നമ്മൾ വിത്തുകൾ വാങ്ങി നട്ടാൽ മതിയാകും. അതുപോലെ തന്നെ കോളിഫ്ലവർ, ക്യാബേജൊക്കെ ഇപ്പം നമ്മൾ നടണ്ട. അതൊക്കെ സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ നട്ടാൽ മതി. ഓഗസ്റ്റ് മാസത്തിലേ നമ്മളതിൻ്റെ വിത്തുകളൊക്കെ പാകി വെച്ചിട്ട് സെപ്റ്റംബർ മാസം മുതൽ നമ്മൾ നടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ടൊക്കെ സാധിക്കും. ഇപ്പം അതിൽ നിന്ന് വരുന്നതായ കൊമ്പുകളൊക്കെ നമുക്ക് കോളിഫ്ലവറിൻ്റെയൊക്കെ തൈകൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് വരുന്നതൊക്കെ നമുക്ക് ഒടിച്ചു മാറ്റി നടാം. അല്ലാതെ വിത്തുകളിട്ട് നിങ്ങൾ നടാനായിട്ട് ഇപ്പം ശ്രമിക്കേണ്ട. പിന്നെ നമ്മുടെ ഇടവിള കൃഷികളെല്ലാം ഏതൊക്കെയാണെന്നറിയാമല്ലോ. ചേന, ചേമ്പ്, കാച്ചിൽ, കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം, കൂവ, ഇഞ്ചി, മഞ്ഞൾ, ഇതെല്ലാം നടുന്ന സമയമാണ്. എല്ലാവരും നട്ടോണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിനപ്പുറത്തോട്ട് ഇനി ആരും വെച്ചുകൊണ്ടിരിക്കരുത്. എല്ലാവരും എല്ലാം നടാനായിട്ട് ശ്രമിക്കുക. ചേനയൊക്കെ നടുന്ന സമയം കഴിഞ്ഞ്, എന്നാലും നടാത്തവർക്ക് ഇനിയും നടാം. എല്ലാം നമ്മുടെ പറമ്പിൽ 1 2 മൂടെങ്കിലും നിങ്ങളെല്ലാവരും നടണം. നമ്മുടെ ഒരു കൊതിക്ക്, നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം നടണം. വേറൊരു വീട്ടിലോ കടകളിലോ നിൽക്കുന്നത് നമ്മൾ ആഗ്രഹിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കൃഷി ചെയ്തിട്ട് ഇത് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകൾ, ഗ്രോ ബാഗുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislife.com ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം കൊടുത്തിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. തന്നെയല്ല, നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പോസ്റ്റ്മാനോടൊന്ന് പറഞ്ഞേക്കണം, ഇങ്ങനെ ഒരു സാധനം പോസ്റ്റ് ഓഫീസിൽ വരും, ഞങ്ങളുടെ വീട്ടിലൊന്ന് എത്തിച്ച് തന്നേക്കണം എന്ന് നിങ്ങളൊന്ന് പറയുകയെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മാൻ അത് എളുപ്പം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ച് തരാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.